ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കൊല്ലാൻ പദ്ധതിയിട്ടോ? പ്രിയൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പ്രസംഗം കേട്ടു അല്ലേ? കേൾക്കാത്ത പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കാം. നമ്മൾ വീഡിയോ എൻ്റെ കൂടെ കാണിക്കാം. Prime Minister of Pakistan would have died if it were not for my involvement. ട്രംപ് ഇന്ന് രാവിലെ നടത്തിയ പ്രസംഗം വലിയ ഞെട്ടലാണ് പാകിസ്ഥാനെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചില്ല ട്രംപിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നു വീഴുമെന്ന്. ട്രംപ് പറയാണ്, ഞാൻ ഇന്ത്യയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പടമായി വിറ്റിയെ കയറിയനെ. കാരണം എന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ആരംഭിച്ച നേരം ഒരുപാട് തവണ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ട്രംപേ സാറേ ഒന്ന് രക്ഷിക്കണം, സംഭവിക്കാം ഇന്ത്യ ആക്രമിച്ചാൽ ഒരു 2-3 കോടി ആളുകൾ മരിക്കും, അതുപോലെയാണ് ഇന്ത്യ അതിമാരകമായി ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ട്രംപ് സാർ ഒന്ന് ഇന്ത്യയോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാണ് പതിവ് പോലെ ട്രംപ് ആവർത്തിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇടപെട്ടു, അതുകൊണ്ട് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ജീവനോടെയുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് പരോക്ഷമായി ട്രംപ് സമ്മതിക്കുകയാണ്. പരോക്ഷമായിട്ടുള്ള, ഡയറക്റ്റായിട്ട് തന്നെ പറഞ്ഞു, അയാളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണ്, കാരണം ഇന്ത്യ കൊല്ലുമായിരുന്നു. അപ്പോൾ വളരെ മുമ്പ് തന്നെ ഇന്ത്യ എടുത്ത ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് ഈ ഡിഫൻസ് സൈറ്റുകളിലൊക്കെ വന്നിരുന്നു. കാരണം പാകിസ്ഥാൻ എന്നും തലവേദനയാണ്. പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സർജിക്കൽ സ്ട്രൈക്കും ചില അടിയും കൊടുത്താൽ മാത്രം പോരാ. പാകിസ്ഥാന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഓർക്കും തോറും വിറയ്ക്കുന്ന, ചോര ഇറ്റു വീടുന്ന മറുപടി കൊടുക്കണം. അതിന് വേണ്ടത് പാകിസ്ഥാൻ്റെ നേതൃത്വത്തെ ഇല്ലാതാക്കുക. അസിമുനീർ, ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ നീങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്ന് ചില പ്രതിരോധ സൈറ്റുകളിലൊക്കെ വാർത്ത വന്നിരുന്നു. കാരണം അസിമുനീറാണ് ശരിക്കും പഹൽഗാം ഓപ്പറേഷൻ്റെ ആസൂത്രകൻ. അയാൾ പഹൽഗാമിലെ ഭീകരാക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് POKയിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് കാശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ജുക്ലാർ വെയിൻ അല്ലേ, അതാണ് ആ കഴുത്തിലൂടെ പ്രധാനപ്പെട്ട ആ വെയിനാണ് എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ, കാശ്മീർ മൊത്തം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് പിരികെറ്റിയതിന് ശേഷമാണ് ലഷ്കർ ഭീകരന്മാർ ഇന്ത്യക്ക് നേരെയുള്ള ഈ ആസൂത്രണം പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ അതിന് വഴിമരുന്നിട്ടത്, അതിന് ഊർജം പകർന്നു കൊടുത്ത് അസിമുനീറാണ്. അതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ ആശംസകളുണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ വലിയ ആഭ്യന്തര കുഴപ്പത്തിലാണ്. ഭക്ഷണമില്ല, വെളിച്ചമില്ല, വെള്ളമില്ല, സാമ്പത്തിക തകർച്ച, ആഭ്യന്തര കലാപം 3 മേഖലകളിൽ, ഖൈബർ പഖ്തൂൺ മേഖല, ബലൂജ്, സിന്ധ് അടക്കമുള്ള മേഖലകളിലൊക്കെ വലിയ ആഭ്യന്തര കലാപം. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു സംഘർഷമുണ്ടായി. അതിൽ ശ്രദ്ധ മാറ്റുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ഓപ്പറേഷൻ പഹൽഗാം അവർ നടത്തിയത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചടി കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ദേശീയ ഉപദേഷ്ടാവ് എന്നിവരൊക്കെ ചേർന്നിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് പാകിസ്ഥാനെ ഇനി ഇങ്ങനെ വിട്ടാൽ പോരാ. പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത പാഠം നൽകണം. അതിന് പാകിസ്ഥാൻ്റെ ഭരണ നേതൃത്വത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുക എന്ന തലത്തിലേക്ക് ഇന്ത്യ മാറിയിരുന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിദേശ പ്രതിരോധ സൈറ്റുകളിൽ അന്ന് വാർത്ത വന്നിരുന്നത്. അത് മാത്രമല്ല, നോക്കൂ, ഓപ്പറേഷൻ പഹൽഗാമിൻ്റെ തിരിച്ചടിയായിട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് ശേഷം ഫീൽഡ് മാർഷലായിട്ട് അവർ തോറ്റ ജനറലിനെ ഫീൽഡ് മാർഷലാക്കി. ഫീൽഡ് മാർഷലായി ചുമതല ഏറ്റെടുത്ത ഉടനെ അസിമുനീർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പാകിസ്ഥാൻ അടിയന്തരമായി ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനിലെ ഉന്നത നേതൃത്വത്തിന് സുരക്ഷിതമായി കഴിയാൻ പറ്റുന്ന ഏറ്റവും അത്യാധുനികമായ ബങ്കറുകൾ ഉണ്ടാക്കുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇക്കാലം അത്രയും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ സൈനിക നേതൃത്വം, ഭരണ നേതൃത്വം ഇവർക്ക് സുരക്ഷിതമായി കഴിയുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ബങ്കറുകൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കാൻ അക്കാലം അത്രയും അതിനു മുമ്പ് ആലോചിക്കാതിരുന്നതുകൊണ്ടാണ്. കാരണം പാകിസ്ഥാന് മനസ്സിലായി, ഇനി ഒരു അടി ഉണ്ടായാൽ പട്ടാളക്കാർ വന്ന് കൊല്ലുന്ന പരിപാടിയല്ല ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. നേരിട്ട് പോയി ഒസാമ ബിൻ ലാദനെ പിടിച്ചതുപോലെ, അല്ലെങ്കിൽ വെനസ്വേലയിൽ പോയി അമേരിക്ക മഡൂറയെ പിടിച്ചതുപോലെ പാകിസ്ഥാൻ്റെ ഭരണ നേതൃത്വത്തെ തകർക്കാൻ പറ്റുന്ന, അവരെ എലിമിനേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറും എന്ന് കൃത്യമായ വിവരം പാകിസ്ഥാന് ലഭിച്ചതുകൊണ്ടാണ് ഫീൽഡ് മാർഷലിൻ്റെ ആദ്യത്തെ പദ്ധതി എന്താണ്, ബങ്കർ ഉണ്ടാക്കുക. അതും ന്യൂക്ലിയറിൽ നിന്ന് വരെ പ്രൊട്ടക്ഷൻ നേടുന്ന. അതെ, ബങ്കർ മുനീർ. അപ്പോൾ നമ്മളൊക്കെ ചാനലുകളൊക്കെ വിളിച്ചു, ഇത് ബങ്കർ മുനീറാണ്. മാത്രമല്ല, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആക്രമണം നടത്തിയപ്പോൾ
ലോകത്തെമ്പാടും മാധ്യമങ്ങളിൽ വന്നു പാകിസ്ഥാൻ ഭരണ നേതൃത്വം, പാകിസ്ഥാൻ പട്ടാള നേതൃത്വമൊക്കെ ബങ്കറിൽ ഒളിച്ചു എന്നുള്ളത്. കാരണം ഇന്ത്യക്ക് അങ്ങനെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്നുള്ള വിവരം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് മനസ്സിലാക്കിയിട്ട് അമേരിക്ക ചോർത്തി കൊടുത്തിട്ടുണ്ടാവും. ഇന്ത്യൻ പട്ടാളം കയറി വരും കേട്ടോ, മുനീറിനെ പൊക്കും, ഷഹബാസ് ഷെറീഫിനെ പൊക്കും, അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇവൻ്റെ ഈ കുത്തിത്തിരിപ്പ്, പ്രോക്സിയെ വിട്ടുള്ള ആക്രമണം സഹിക്കാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ വലിയ ആക്രമണം നടത്തുന്ന ഒരു ബങ്കർ, ന്യൂക്ലിയർ സേഫ്റ്റി പോലും ഉള്ള ബങ്കറുകൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ബേസ് ഉണ്ടല്ലോ, എയർ ബേസ് പാകിസ്ഥാനിലുണ്ടല്ലോ, നൂർഖാൻ എയർ ബേസ്. ഈ എയർ ബേസ് ഈ എയർ സ്ട്രൈക്കിലൊന്നും തകരാത്ത എയർ ബേസ് ആണ്, ആ രീതിയിലായിരുന്നു. പക്ഷേ എങ്ങനെയാണത് ഹിറ്റ് ചെയ്തതെന്ന് അതെ, ആ ബിൽഡിങ്ങിന്റെ വെന്റുകൾ ഉണ്ടായിരുന്നു, അതായത് ഈ എയർ സർക്കുലേഷൻ. അതവിടെയല്ല സർഗോദയിൽ ഈ കിരാന ഹിൽസിൽ അവരുടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് എല്ലാം ഭൂമിക്കടിയിലായിരുന്നു. അപ്പോൾ അവിടേക്ക് സാധാരണ മിസൈൽ ആക്രമണമൊക്കെ നടത്തിയാൽ ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഭൂമിക്കടിയിലുള്ള ബങ്കറുകളാണെങ്കിലും അതിനകത്ത് എയർ സർക്കുലേഷൻ, AC-യുടെ വെന്റുകളുണ്ട്, അതിനകത്ത് എയർ കണ്ടീഷൻ സംവിധാനമുണ്ട്. AC വെന്റുകൾ കൃത്യമായി നമ്മൾ കണ്ടെത്തിയിട്ട് AC വെന്റുകൾ നോക്കി നമ്മൾ ബ്രഹ്മോസ് പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. ആക്യുറേറ്റ് കൃത്യം. നമുക്ക് നോക്കൂ, അവർ ഭൂമിക്കടിയിൽ സർഗോദയിലെ മലനിരകളിൽ എവിടെയോ, കിരാന ഹിൽസിൽ എവിടെയോ ഇവർക്കൊരു ആണവ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോക്ക് പൈൽസ് ഉണ്ട്. അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. പാകിസ്ഥാൻ പറഞ്ഞു അവിടെ എവിടെയോ ഉണ്ടെന്നറിയാം, ഒരു വലിയ മലനിരകളിൽ എവിടെയോ ഉണ്ടെന്നറിയാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായി അത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തു. അതിൻ്റെ AC-ക്ക് വേണ്ടിയുള്ള വെൻറ്റുകൾ എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് കൃത്യം AC വെൻറ്റുകളെ ലാക്കാക്കി. അവിടെ ഒരു ദുർബലം, എല്ലാവർക്കും അക്കീലിസിൻ്റെ ഹീൽ എന്ന് പറയുന്ന പോലെ ഏറ്റവും ദുർബലമായ ഒരു ഭാഗം ഉണ്ടാവും. മനുഷ്യൻ്റെ എല്ലാ ശരീരത്തിലും എല്ലാവർക്കും ഏറ്റവും ദുർബലമായ ഒരു ശരീരഭാഗം ഉണ്ടെന്ന് പറയുന്ന പോലെ ഏതൊരു വസ്തുവിനും, ഏതൊരു ബിൽഡിങ്ങിനും, ഏതൊരു പ്രതിരോധ സംവിധാനത്തിനും ഒരു ദുർബലമായ ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. ആ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞ് AC വെൻറ്റുകളാണെന്ന് കൃത്യം കണ്ടെത്തി. അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റലിജൻസിൻ്റെ മികവാണ്. അതെവിടെയാണ് ഈ സാധനം, ഇവരുടെ സ്റ്റോക്ക് പൈൽസ് ഉള്ളതെന്നും സൂക്ഷിച്ചിരിക്കുന്നു, ആ ബങ്കർ എവിടെയാണെന്നും അതിൻ്റെ AC വെൻറ്റുകൾ എവിടെയാണെന്നും നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ തന്നെ ഹിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും ഇതിന് ശേഷം നമ്മുടെ വ്യോമസേനാ തലവൻ ഭാരതി, അല്ലേ, വ്യോമസേന തലവനല്ല, വൈസ് അഡ്മിറൽ ഭാരതിയുടെ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ല നിങ്ങൾ കിരാന ഹിൽസിൽ പോയിട്ട് പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് പൈൽസ് അടിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അവിടെയാണല്ലേ ഉണ്ടായത് എന്നൊരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം സമ്മതിച്ചില്ല. മാത്രമല്ല, ഇത്തവണ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞ ഉടനെ വ്യോമസേന ഒരു വീഡിയോ പുറത്തുവിട്ടു. ആ വീഡിയോനകത്ത് കിരാന ഹിൽസിൻ്റെ ആക്രമിക്കുന്ന അവിടെ നിന്നുള്ള സ്ഫോടനങ്ങളുടെ ചിത്രം കൂടെ കാണിച്ചിട്ട് പറയാതെ ഇന്ത്യൻ വ്യോമസേന കിരാന ഹിൽസിലെ നമ്മുടെ ആക്രമണത്തെ സാധൂകരിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിടുകയായിരുന്നു. നമ്മൾ അതേക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെട്ട CIA ഏജൻറ്റുമാർ വന്നിട്ട് കിരാന ഹിൽസിൽ നമ്മൾ അടിച്ചു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അന്ന് ഇവരുടെ ഈ സ്നൈപ്പർ വിമാനങ്ങളുണ്ട്, അതായത് ന്യൂക്ലിയർ വികിരണങ്ങൾ, ആണവ വികിരണങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക വിമാനം കിരാന ഹിൽസിൻ്റെ മേഖലയിൽ പറന്നത് ഫ്ലൈറ്റ് റഡാർ അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അതും കൂടാതെ മറ്റൊന്നുകൂടെ കണ്ടിരുന്നു, മറ്റേ ഈജിപ്തിലെ നൈൽ നദീതീരത്തു നിന്നുള്ള പ്രത്യേകം ബേരിയം അടങ്ങുന്ന, ആണവ വികിരണത്തെ തടയാൻ പറ്റുന്ന ബേരിയം അടങ്ങുന്ന, ബേരിയമാണെന്ന് തോന്നുന്നു, അടങ്ങുന്ന നൈൽ നദീതീരത്തെ മണ്ണുമായിട്ട് ഒരു ട്രാൻസ്പോർട്ട് വിമാനം വന്നതായിട്ടുള്ള വാർത്തകൾ വന്നു. ഇതെല്ലാം വന്നിരുന്നു. പാകിസ്ഥാൻ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല, ഇന്ത്യ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഫലത്തിൽ വന്നത് ഇന്ത്യ അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ നൂർഖാൻ എയർബേസിനെ കുറിച്ച് പിന്നീട് പറഞ്ഞ എന്താണ്, മുൻ CA ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലാണെങ്കിലും പാകിസ്ഥാൻ പട്ടാളത്തിന് പോലും പ്രവേശനമില്ലാത്ത അമേരിക്കയുടെ ബേസാണ് നൂർഖാൻ എയർബേസ്. അവിടെ നമ്മൾ ഉഴുതുമറിച്ചതുപോലെ വലിയ ഗർത്തങ്ങളാണ്. അവിടെ നമ്മൾ അടിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കാണ് അടി കിട്ടിയത്. അവിടെ ഹാങ്കറുകൾ കിടന്നിരുന്ന അമേരിക്കൻ വിമാനങ്ങൾ നശിച്ചിട്ടുണ്ടോ, അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഒരാക്രമണം നടക്കുമ്പോൾ, ഒരു എയർബേസിനെ ആകെ തകർത്തുകൊണ്ട് ആക്രമണം നടക്കുമ്പോൾ കാഷ്വാലിറ്റീസ് ഉണ്ടാവില്ല എന്ന് വരില്ല. തങ്ങളുടെ ഇത്ര പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് സമ്മതിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി സംസാരിക്കുന്ന ഒരു വീഡിയോ വന്നിരുന്നു, പാർലമെൻറ്റ് പ്രസംഗിക്കുന്നത്. അത് സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മൾ പറയുന്ന പോലെയല്ല, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണക്കുകൾ, ഇന്ത്യ കണക്ക് പറയുന്നില്ല, പാകിസ്ഥാനും കണക്ക് പറയുന്നില്ല. പക്ഷേ പാകിസ്ഥാന് അറിഞ്ഞതിനേക്കാളും പറഞ്ഞതിനേക്കാളും കൂടുതൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കയറി അടിക്കുന്നു, ഡോവൽസ് ഡോക്ട്രിൻ. ഡോവൽസ് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നയമാകെ മാറി. ഡോവലിന് മുമ്പുള്ള നയം എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ സന്നാഹങ്ങൾ ഒരുക്കി കോപ്പ് കൂട്ടിയാൽ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കും. അവൻ നമ്മളെ കയറി അടിച്ചു കഴിയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ മോദിക്ക് ശേഷം ഡോവൽ ഡോക്ട്രിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയല്ല. അതിർത്തിയിൽ ആരെങ്കിലും ആയുധമായിട്ട് വന്നാൽ അവൻ നമ്മളെ അടിക്കും മുമ്പ്
നമ്മൾ അവനെ അടിച്ച് തീർക്കണം. ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നയം. അതാണ് മോദി പറഞ്ഞത്, വീട്ടിൽ കയറി അടിക്കുമെന്ന്. അത് ബലാക്കോട്ടിൽ നമ്മൾ കാണിച്ചു, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കാണിച്ചു. ഇങ്ങനെ വന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ട്രംപ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാനാണ് യുദ്ധം നിർത്തിച്ചത്. നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു തവണ പോലും മോദിയും ട്രംപുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ നിഷേധിച്ചു. പക്ഷേ ട്രംപ് വീണ്ടും പറയുന്നത് ഞാൻ വീണ്ടും 8 തവണയോ 9 തവണയോ പറഞ്ഞു. എന്നിട്ട് പറയുന്നത് ഞാനാണ് അതുകൊണ്ട് എനിക്ക് നോബൽ സമ്മാനം തരണം. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ട്രംപ് ഇടയ്ക്ക് പറഞ്ഞിരുന്നു വിമാനങ്ങൾ വീണിട്ടുണ്ട്, 7 വിമാനങ്ങൾ വീണിട്ടുണ്ട്. ഇന്ത്യയുടെ ഒറ്റ വിമാനം വീണതായിട്ട് അതിൻ്റെ ഒരു അവശിഷ്ടം പോലും കൊള്ളത്തും കിട്ടിയിട്ടില്ല. ഇന്ത്യൻ വിമാനങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, ഇന്ത്യൻ വിമാനങ്ങൾ ഇന്ത്യയുടെ അതിർത്തി കടക്കാതെയാണ് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാനെ ചാർജ് ചെയ്തത്. അപ്പോൾ ആ വിമാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ എവിടെ കാണും? ഇന്ത്യ വീഴും. ഇന്ത്യ വീണെങ്കിൽ ഇക്കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള ഇക്കാലത്ത് വിമാനാവശിഷ്ടങ്ങൾ വീണത് അങ്ങനെ ഒളിപ്പിക്കാനൊന്നും പറ്റില്ല. ചെറിയ ചക്കക്കുരു ഒന്നുമല്ലല്ലോ, വിമാനമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരൊറ്റ ചിത്രം പോലും രാഹുൽ ഗാന്ധിയൊക്കെ കൊണ്ടാടിയനെ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. ഇനി അതിർത്തി കടന്ന് പാകിസ്ഥാനിലാണ് വീണമെങ്കിൽ പാകിസ്ഥാൻ അത് കാണിക്കുമായിരുന്നു, ഉറപ്പായിട്ട് കാണിക്കും. അപ്പോൾ ഇന്ത്യൻ വിമാനങ്ങൾ വീണു എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. ട്രംപ് ആകെ പറയുന്നതാണ് 8 വിമാനം വീണു. ആരുടെയാ? അപ്പോൾ ട്രംപിൻ്റെ ഈ പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഷഹബാസ് ഷെറീഫ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ട്രംപ് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഇന്ത്യ കാച്ചിയനെ എന്ന് പറയുമ്പോൾ വീണ വിമാനങ്ങൾ ആരുടെയാണെന്ന് വ്യക്തമാണ്. അപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിന് കൃത്യമായ മറുപടി ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാനെ തകർക്കാൻ വേണ്ടി മാത്രമല്ല, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്മൂലനം ചെയ്യാനുള്ളൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ തയ്യാറാക്കിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വായിലൂടെ പറഞ്ഞിരിക്കുന്നു. ഈ രാഹുൽ എന്ത് പറയും? ഇതാണ് വളരെ പ്രസക്തമായ ചോദ്യം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മാധ്യമങ്ങൾ, സത്യത്തിൽ ഇത് ദേശാഭിമാനമുള്ള മാധ്യമങ്ങൾ, രാജ്യത്തിനൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങൾ നാളെ ഇത് പ്രധാന വാർത്തയാക്കേണ്ടതാണ്. പത്രങ്ങൾ, ചാനലുകൾ ഇന്ന് തന്നെ ഇത് കാണിക്കേണ്ടതായിരുന്നു. ട്രംപ് പറഞ്ഞിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കൊല്ലാതെ രക്ഷപ്പെടുത്തിയത് ഞാനാണ് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമോ? ഇല്ല, ഉറപ്പായിട്ടും ചർച്ച ചെയ്യില്ല. കാരണം അത് മോദിക്കുള്ള അംഗീകാരമാണ്, ഇന്ത്യക്കുള്ള അംഗീകാരമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു യുദ്ധവിജയത്തിൻ്റെ കാഹളം വിളിയായിട്ട് മാറും. അതുകൊണ്ട് മാധ്യമങ്ങൾ തമസ്കരിക്കും. നമ്മളതുകൊണ്ട് കൃത്യമായും ഇത് പ്രേക്ഷകരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യ ലൈവാണ് ഇത്തരം കാര്യങ്ങൾ പറയാൻ എന്നും മുന്നിലുള്ളത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ട്രംപിൻ്റെ പ്രസംഗത്തിൻ്റെ വീഡിയോ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. Cambodia and Thailand, Pakistan and India would have been a nuclear war. 35 million people said the Prime Minister of Pakistan would have died if it were not for my involvement.